ഓം നമോ നാരായണായ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്ഥാവരം ജംഗമം വ്യാപ്തം സർവം യേന ചരാചരം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച കർമ്മം ചെയ്യേണ്ട വഴികള്, കർമ്മം വരുന്ന വഴികള്, അത് ചെയ്യാൻ അർഹതയുള്ള ആൾക്കാര്, അർഹതയുള്ളവര് ചെയ്യണം എന്നുള്ളതിന്റെ നിർബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്രേഷ്ഠന്മാര് ചെയ്യുന്നതിനെ എല്ലാവരും ഫോളോ ചെയ്യും. അത് കാരണം ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ കർമ്മത്തിന്റെ യഥാർത്ഥ വഴികൾ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഒരു ജോലിയും ചെയ്യാനില്ലാത്ത ഭഗവാനായ ഞാൻ തന്നെ മൂന്ന് ലോകത്തിലും എനിക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ കൂടെ ഞാൻ സദാ കർമ്മത്തിൽ വ്യാപൃതനായിരിക്കുന്നു. അപ്പൊ അത് കർമ്മത്തിന്റെ ശ്രേഷ്ഠതയാണ്. നേരത്തെ പറഞ്ഞ മാതിരി കർമ്മം യജ്ഞം ആണ്, അല്ലെങ്കിൽ സാക്രിഫൈസ് ആണ്. അത് തന്നെ ബ്രഹ്മം തന്നെ ഇതിൽ പ്രതിഷ്ഠിതമാണ്. ആബ്സല്യൂട്ട് റിയാലിറ്റി കൂടെ കർമ്മത്തിൽ പ്രതിഷ്ഠിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മത്തിന്റെ ഗ്രേറ്റ്നെസ് എക്സ്റ്റോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. കാരണം അർജുനനെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് പണി ചെയ്യണ്ട എന്നുള്ളതൊന്നും ഉയർത്തുക ആയിരുന്നില്ലേ ലക്ഷ്യം. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ 2 ശ്ലോകങ്ങളിൽ ഫോക്കസ് വാസ് ഓൺ പ്രകൃതി, നേച്ചർ, ഒരാളുടെ പ്രകൃതി, പ്രകൃതി ഗുണങ്ങൾ എങ്ങനെയാണ് കർമ്മത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓൾ ആക്ഷൻസ് ആർ പെർഫോം ബൈ ഗുണാസ്. ഗുണങ്ങൾ കൊണ്ടാണ് എല്ലാ താമസികമായാലും രാജസികമായാലും സാത്വിക ഗുണങ്ങളെ കൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അതിന് നമ്മൾ എക്സാമ്പിളും പറഞ്ഞു. ഇഗ്നറൻസിൽ നിന്നാണ് ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ വരുന്നത്. ആഗ്രഹങ്ങളിൽ നിന്നാണ് ചിന്തകൾ വരുന്നത്. ചിന്തകളാണ് ആക്ഷൻ ആയി മാറുന്നത്. അപ്പോൾ നാച്ചുറലി നമ്മുടെ അജ്ഞാനത്തിൽ നിന്ന് വരുന്ന ചിന്തകള്, ടിപ്പിക്കലി ചിന്തകൾ നല്ല ചിന്തകളായില്ലെങ്കിൽ ആക്ഷനും നല്ല ആക്ഷൻ ആവാൻ വഴിയില്ല. കാരണം എല്ലാ ആക്ഷനും ജനറേറ്റഡ് ഇൻ ദ മൈൻഡ്, സ്ട്രെങ്തൻഡ് ഇൻ ദ മൈൻഡ്. ആഗ്രഹങ്ങളുടെ സ്ട്രെങ്തനിങ് മൈൻഡിലാണ്. ആഗ്രഹങ്ങൾ ആക്ഷൻസ് ആർ പെർഫോംഡ് വിത്ത് ദ മൈൻഡ്. അപ്പൊ ഇതെല്ലാം മാനസികമായ അവസ്ഥയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ പ്രകൃതി, യുവർ നേച്ചർ ആണ് ഇതിൻ്റെയൊക്കെ പ്രധാനം. ഇനി ഇത് അറിയുന്ന ഒരാള്, ഈ തത്വങ്ങൾ അറിയുന്ന ഒരാള് വിൽ വർക്ക് ആക്റ്റീവ്ലി ഇൻ ഹിസ് ഫീൽഡ്, ആരെയും വഴിതെറ്റിക്കാതെ. അപ്പൊ നമ്മൾ എക്സാമ്പിളും പറഞ്ഞു. ഇനി എങ്ങാനും ഒരാള് ഇത് ഒരു ലേൺഡ് ആയിട്ടുള്ള ഒരാള് ജോലി ഒന്നും ചെയ്യുന്നില്ല എക്സ്റ്റേണലി എന്ന് തോന്നുമ്പം അയാളുടെ പാത്ത് ഫോളോ ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാര്യം. ഒരു സിമ്പിൾ എക്സാമ്പിള്, ഇപ്പം ഒരു വളരെ റിയലൈസ്ഡ് ആയിട്ടൊരാള്, അയാള് ജ്ഞാനയോഗവും ഒക്കെ മാർഗമൊക്കെ മനസ്സിലായി, പാരമാർത്ഥിക സത്യമൊക്കെ മനസ്സിലായിരിക്കുന്ന ഒരാള്, അയാള് ഒരു അമ്പലത്തിൽ ഒരാള് പോയി ഭക്തിയായിട്ട് ഭജനയും പൂജയും ഒക്കെ ചെയ്യുമ്പോ ഇതാണോ ചെയ്യുന്നത്, ഇതൊന്നും അല്ല, ഇതൊന്നും ശരിയല്ല, ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞ് അയാളെ വഴിതെറ്റിക്കരുത്. കാരണം സാധനകളും ഭജനയും പൂജയൊക്കെ ഈ പാത്തിലേക്കുള്ള വഴികളാണ്, അത് ആവശ്യമാണ്. നിങ്ങൾ ആ വഴികളിൽ കൂടെയൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളത് വേറൊരാളത് ചെയ്യുന്നത് കാരണം അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ തെറ്റിക്കരുത്. ആ ബുദ്ധിഭേദം ജനായ എന്ന് പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കരുത്. ബുദ്ധികൾ വയസ്സ് ആൾക്കാർ ചെയ്യേണ്ടത് അവരുടെ കൂടെ ചേർന്ന് അവരെ ആക്ഷനിലേക്ക് പ്രൊപ്പൽ ചെയ്യുകയും നല്ല ആക്ഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ വഴി തെറ്റിക്കരുത്. നിങ്ങളുടെ റിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾ ചെയ്യുന്നത് ശരി അല്ലാതെ ആവുന്നില്ല. ഇപ്പൊ വേറൊരു എക്സാമ്പിള്, ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ് എൻ എക്സാമ്പിൾ, പക്ഷെ ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് ഇന്ത്യക്ക് പോകണം. അപ്പൊ പറഞ്ഞു പ്ലെയിനിലേ പോകാൻ പറ്റൂ. പക്ഷെ പ്ലെയിൻ മാത്രം മതിയോ? എനിക്ക് എയർപോർട്ട് എത്താൻ വരെ കാറ് വേണ്ടേ? അപ്പൊ എയർപോർട്ട് വരെ കാറിൽ പോയാലല്ലേ എനിക്ക് പ്ലെയിനിൽ പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാം പ്ലെയിൻ ആണ് കൂടുതൽ,
പക്ഷെ നിങ്ങൾ പ്ലെയിനിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് ഒരാളോട് വാശി പിടിച്ചാലോ? നിനക്ക് ഇന്ത്യക്ക് പോകണമല്ലോ, നീ പ്ലെയിനിൽ മാത്രമേ യാത്ര ചെയ്യാവൂ, കാറിൽ പോകരുത് എന്ന് പറഞ്ഞാൽ എന്താ പറ്റുമോ? എയർപോർട്ട് വരെ കാറിൽ തന്നെ പോകണ്ടേ? സോ വഴികൾ ഈ ഒരു വഴികൾ ഒരുമിച്ച് ചേർന്നാലേ ലക്ഷ്യത്തിലേക്ക് എത്തൂ. നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒരു വഴി താണ്ടിയിട്ടുണ്ടാവാം, അതുകൊണ്ട് മറ്റുള്ളവർ ആ വഴിയിൽ കൂടെ നടക്കണ കാണുമ്പോൾ അവർ തെറ്റാണ് എന്ന അർത്ഥമില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതാണ് ന ബുദ്ധിഭേദം ജനായി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ അവസാനമായിട്ട് 30ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത്. മയി സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്വസ്വ വിഗതജ്വര. അപ്പൊ ഇതൊരു ക്ലാരിയൻ കോൾ ആണ്. ഇനി ഇതൊന്നും ഈ കർമ്മങ്ങളൊക്കെ ഇത് ഒരു ഇഗ്നറന്റ് ആയിട്ടുള്ള ആൾ, ഇപ്പൊ നമ്മളെമാതിരി കാര്യങ്ങളൊന്നും ശരിക്കും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ഇവിടേക്ക് എത്തിച്ചേരാം? എളുപ്പം എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചോളൂ. മയി സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസ, എല്ലാം റിനൗൺസ് ചെയ്ത് ക്ലിയർ മൈൻഡോടെ എല്ലാം എന്നിലേക്ക് റിനൗൺസ് ചെയ്ത് നിരാശീർ നിർമ്മമോ ഭൂത്വ, നിരാശർ ആശയില്ലാതെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറെ അതിനെക്കുറിച്ച് ധാരാളം ഡിസ്കസ് ചെയ്തു, ഹോപ്പ് ഇല്ലാതെ, ബിക്കോസ് ഹോപ്പ് ഈസ് സംതിങ് ഇൻ ദ ഫ്യൂച്ചർ, ഹോപ്പ് കംസ് ലേറ്റർ, സംതിങ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ലിവ് ഇൻ ദ പ്രസന്റ്. നിരാശീർ നിർമമ, മമ എന്റെ, ഞാൻ എന്റെ എന്നുള്ള ഭാവമില്ലാതെ, അതായത് ഈഗോ ഇല്ലാതെ. ഈഗോ ഈസ് എ റെമനന്റ് ഫ്രം ദ പാസ്റ്റ്. നമ്മുടെ പഴയ കാര്യങ്ങളും നമ്മൾ ആരാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതാണ് ഈഗോ. അപ്പൊ പാസ്റ്റ് ഇല്ലാതെയും ഫ്യൂച്ചർ ഇല്ലാതെയും വർക്ക് ഇൻ ദ പ്രസന്റ്. നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്വസ്വ വിഗതജ്വര, വിത്തൗട്ട് ആങ്സൈറ്റി. ജ്വരം ഫീവറിഷ് ആങ്സൈറ്റി. ആങ്സൈറ്റി ഇല്ലാതെ, അതായത് ഒരു ബേർഡൻ ഇല്ലാതെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. സോ വെരി എക്സോസ്റ്റീവ് വിഷൻ ഓൺ ഹൗ ടു വർക്ക്. ഇത്രയും യജ്ഞഭാവത്തില് സാക്രിഫൈസ് ആയിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്, എല്ലാം ഫലങ്ങളെ ത്യജിച്ചിട്ട് മനസ്സില് ഡിസയേഴ്സിനെ അടക്കി, ഇന്ദ്രിയങ്ങൾ പോകുന്ന വഴിക്കുള്ള ഡിസയേഴ്സിനെ അടക്കി, ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്തിട്ട് ഇനി അറിയാതെ ഇതിനൊക്കെ എന്ത് ഗുണം എന്നറിയാതെ ഒരു ചോദ്യം എങ്ങാനും മനസ്സിൽ വരികയാണെങ്കിൽ, വരരുത്, അങ്ങനെ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഈ ശ്ലോകം ഉപയോഗിക്കുക. മൈ സർവാണി കർമാണി, ഈ കർമ്മങ്ങളൊക്കെ എന്നിലേക്ക് സമർപ്പിക്കാനുള്ളതാണ്. ഇതൊന്നും ഹയർ ഗോൾ, എന്നിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹയർ ഗോൾ എന്നുള്ളതിനർത്ഥം നമ്മൾ നേരത്തെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഹയർ ഗോളിലേക്ക് ഉള്ളതാണ്. ഇനി 31ാമത്തെ ശ്ലോകവും ഇത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. യേ മേ മദമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ നനസൂയന്തോ ഉച്യന്തേ തേഭി കർമ്മഭീഃ. ഇനി ഇങ്ങനെ കോൺസ്റ്റന്റ്ലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, യേ മേ മദമിദം നിത്യം അനുതിഷ്ഠന്തി മാനവ, ഏതൊരു മനുഷ്യനാണോ നിത്യം എന്നും എൻ്റെ ഈ അഭിപ്രായം, എൻ്റെ മതം, അഭിപ്രായം, എൻ്റെ ഒപ്പീനിയൻ അനുസരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്, എങ്ങനെ? ശ്രദ്ധാവന്തോ അനസൂയന്തോ, ശ്രദ്ധയോടെ, വിത്ത് ഫെയ്ത്ത്. ഫെയ്ത്ത് വളരെ പ്രധാനമാണ്. ഫെയ്ത്ത് എന്നുള്ളത് വിശ്വാസം എന്ന് നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് പറയും. ശ്രദ്ധ എന്നുള്ളതാണ് ശരിക്കുള്ള സംസ്കൃതം വാക്ക്. പക്ഷെ ശ്രദ്ധ തന്നെ വെരി പ്രഗ്നന്റ് വിത്ത് മീനിങ്സ് ആണ്. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയയെ മാനസികമായി നമ്മുടെ മനസ്സിൽ ഒന്ന് ഉറയ്ക്കാനും അത് ഇന്റലക്ച്വലി കോംപ്രിഹെൻഡ് ചെയ്യാനും അതിൻ്റെ അഗുണങ്ങളെ കുറിച്ച് വേർതിരിച്ചറിയാനും ഉള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ് ശ്രദ്ധ. ഒരു കാര്യം മനസ്സിലായി അത് ഇന്റലക്ച്വലി കോംപ്രിഹെൻഡ് ചെയ്ത് അതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക. അപ്പോഴേ ശ്രദ്ധയാവുന്നുള്ളൂ. ഇതിന് പല ലെവലുകളുണ്ട്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, അതെനിക്ക് മെന്റലായിട്ട് മനസ്സിലായി. അമ്പലത്തിൽ പോയാൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എന്തോ നിനക്ക് കിട്ടും എന്നാരോ പറഞ്ഞു. കിട്ടിയ ആൾക്കാരുടെ എക്സാമ്പിളും കാണിച്ചു തന്നു. മെന്റലി ഞാൻ കോംപ്രിഹെൻഡ് ചെയ്തു, ഇങ്ങനെ ഉണ്ടായിന്ന്. ദാറ്റ്സ് ജസ്റ്റ് വിശ്വാസം. അതെനിക്ക് വിശ്വാസമേ ആയിട്ടുള്ള, ഉറച്ചിട്ടില്ല.
ഇനി അമ്പലത്തിൽ പോയി അവിടെ പോയാൽ മനസ്സിന് ശാന്തി കിട്ടും, ഞാൻ പോയല്ലോ, എനിക്ക് മനസ്സിലായില്ലോ, അത് ഇന്റലക്ച്വലി കോംപ്രിഹെൻഡ് ചെയ്തു, അത് എന്തിനാണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, then you have ശ്രദ്ധ or faith. അതാണ് ശ്രദ്ധ. അപ്പൊ എങ്ങനെ വേണം? ഇത്രയും പറഞ്ഞത് മുഴുവൻ യു ഷുഡ് ഹാവ് ശ്രദ്ധ. അതായത് ഞാൻ ഈ പറഞ്ഞ കർമ്മത്തിനെ കുറിച്ചുള്ള പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിനക്ക് മെന്റലി മനസ്സിലായി, ഇന്റലക്ച്വലി നീ കോംപ്രിഹെൻഡ് ചെയ്ത് നിനക്ക് തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവണം. അങ്ങനെ ചെയ്താൽ സോ ഏമേ മതമിതം നിത്യം അനുദിഷ്ടന്തി മാധവ, ശ്രദ്ധയോടെ, അതായത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ശ്രദ്ധ വന്തോ അനസൂയന്തോ, അതുകൊണ്ട് അനസൂയ, ഇത് വളരെ വളരെ കുറച്ച് ഭാഗങ്ങളിൽ ഈ ഒരു വാക്ക് ഭഗവത്ഗീതയിൽ അനസൂയന്തോ, അതായത് ചില ആൾക്കാർ വെറുതെ ആർഗ്യൂ ചെയ്യാൻ വേണ്ടി ആർഗ്യൂ ചെയ്യില്ലേ, അങ്ങനെ ചെയ്യണ്ട. ഇത് ഇന്റലക്ച്വലി വെറുതെ ആർഗ്യൂ ചെയ്യാനുള്ള ഒരു കാര്യമല്ല, ഹെയർ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമല്ല. നിനക്ക് സ്വയം കൺവിക്ഷൻ ആണ് വേണ്ടത്, അല്ലാണ്ട് ഇതിനെ ഹെയർ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെറുതെ കംപ്ലൈൻ ചെയ്ത് കളയാനുള്ളതല്ല. സോ റാദർ ക്രിബ് ചെയ്യരുത് ഇതിനെ പറ്റിയിട്ടെന്ന്. ബേസിക്കലി ശ്രദ്ധയോടെ ചെയ്യുക, വെറുതെ ഇതിനെ പറ്റി ക്രിബ് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ അനസൂയന്തോ ഉച്യന്തേ തേബി കർമ്മബി, അവരും കർമ്മങ്ങളിൽ നിന്ന് വിടപ്പെടുന്നു, കർമ്മബന്ധങ്ങളിൽ നിന്ന് വിടപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുച്യന്തേ തേബി കർമ്മബി, ഫ്രീഡ് ഫ്രം ആക്ഷൻ. അപ്പൊ അർജുനുള്ളൊരു ഉത്തരവാണിത്. ഓർമ്മയുണ്ടോ? നാലാമത്തെ ശ്ലോകത്തില് അർജുനനോട് ഭഗവാൻ പറഞ്ഞു, കാരണം അർജുനന്റെ ക്വസ്റ്റൻ അതായിരുന്നില്ലേ, ഒന്നും ചെയ്യാതിരിക്കുകയല്ലേ നല്ലത്, ജ്ഞാനം അല്ലേ നല്ലത്, എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നാലാമത്തെ ശ്ലോകത്തില് ന കർമ്മണാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ, കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം, ആക്ഷൻലെസ്നെസ് അച്ചീവ് ചെയ്യുന്നില്ല. ഇവിടെ ആക്ഷൻലെസ്നെസ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നു, ആ നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, നൈഷ്കർമ്മ്യത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. മുച്യന്തേ തേബി കർമ്മ, ഫ്രീഡ് ഫ്രം ആക്ഷൻ. എങ്ങനെയുള്ള ആള് ഫ്രീഡ് ഫ്രം ആക്ഷൻ? ഇതുമാതിരി എന്നിലെല്ലാം സമർപ്പിച്ച് നിരാശ നിർമ്മമ ആയിട്ട് ജോലി ചെയ്യുന്നവരും, ഈ പറഞ്ഞത് എൻ്റെ ഈ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെയും അതിനെക്കുറിച്ച് ഭിന്ന ഭേദങ്ങളില്ലാതെ മനസ്സിലാക്കുന്നവർ ആർ ഫ്രീഡ് ഫ്രം ആക്ഷൻ. അതിൽ ഫ്രീഡ് ഫ്രം ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്ഷൻലെസ്നെസ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇഗ്നോറൻസ് ആണ് ഒരു ഡിസയർ ഉണ്ടാക്കുന്നതെങ്കിൽ, ആ ഡിസയർ ആണ് ഒരു ചിന്ത ഉണ്ടാക്കുന്നതെങ്കിൽ, ആ ചിന്തയാണ് നിങ്ങളെ ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നതെങ്കിൽ, ആക്ഷൻലെസ്നെസ് എന്ന് പറയുന്നത് ഇസ് തോട്ട്ലെസ്നെസ്. Thoughtlessness is basically desirelessness. Desirelessness is removal of ignorance. Removal of ignorance is knowledge. ഇവിടെ ബേസിക്കലി പറയുന്നത് ഈ വിധത്തിൽ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്താൽ യു ആർ ബീയിങ് പ്രിപ്പയർഡ് ടു റിസീവ് നോളജ്. അത്രയേ ഉള്ളൂ. അപ്പൊ ജ്ഞാനം സ്വീകരിക്കാനുള്ള പ്രാപ്തരാവുകയാണ് കർമ്മം കൊണ്ട്. കർമ്മം ചെയ്യുന്നത്, യഥാർത്ഥമായിട്ട് കർമ്മം ചെയ്യുന്നത് ജ്ഞാനം സ്വീകരിക്കാനുള്ള, ഇഗ്നറൻസ് മാറ്റാനുള്ള വഴിയിലുള്ള ഒരു പടവാണ് ഇങ്ങനെയുള്ള കർമ്മം. യജ്ഞഭാവത്തിലുള്ള കർമ്മം, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ടുള്ള കർമ്മം, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെയുള്ള കർമ്മം, അറിഞ്ഞുകൊണ്ട് സ്വന്തം പ്രകൃതി, സ്വന്തം വാസനകൾ, അതിനെയും വരും, വാസനകളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങള്, ബലേച്ഛയില്ലാതെയും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചും നിരാശയും നിർമ്മമ ആശയും മമത്വവും ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങള് ആർ ഓൾവേസ് ടുവേർഡ്സ്, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ആർ ആക്ഷൻലെസ് കർമ്മങ്ങൾ, നൈഷ്കർമ്മ്യം എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയാണ്. അപ്പൊ നിങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്തു പോകുന്നു എന്നല്ലാതെ എനിക്കൊരു കർത്തൃബോധമോ ഭോക്തൃബോധമോ ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് നൈഷ്കർമ്മ്യത്തിന്റെ പ്രാധാന്യം. അപ്പൊ ഇവിടെ പറയുന്നത് ഫ്രീഡ് ഫ്രം വർക്ക്, മുച്യന്തേ തേബി കർമ്മബി. ഈ കർമ്മത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, അതന്നെയായിരുന്നില്ലേ കർമ്മയോഗം, അല്ലെ? കർമ്മത്തിനെ യോഗമാക്കുക എന്ന് പറയുന്നത് തന്നെ കർമ്മത്തിന്റെ ബന്ധനങ്ങളെ വിടുക എന്നുള്ളതായിരുന്നില്ലേ? അപ്പൊ കർമ്മയോഗം ഫ്രീഡ് ഫ്രം ആക്ഷൻ. അപ്പൊ ഇതാണ് മര്യാദയ്ക്ക് ചെയ്യുന്ന ആൾ. ഇനി എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് സൈഡിൽ അതും കൂടെ പറഞ്ഞു വെക്കാം. ഇത് ചെയ്തവൻ ഇങ്ങനെയാണ് എങ്കിൽ ചെയ്യാത്തവൻ എന്താവും, എളുപ്പം എന്താവും നമുക്കറിയാം. ഇത് ചെയ്തവൻ നന്നാവുമെങ്കിൽ ചെയ്യാത്തവൻ നന്നാവില്ല. അത്ര തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അത് കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങർ ഇതിൽ പറയാണ്. അഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മദം
സർവജ്ഞാന വിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസാ ഏതു മേ ഏതത് മതം, എൻ്റെ ഈ അഭിപ്രായം ഏവര് അഭ്യസൂയന്ത ന അനുതിഷ്ഠന്തി, ഇതിനെക്കുറിച്ച് കൃബ് ചെയ്ത് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ഇത് തെറ്റാണെന്നോ ഇതിനെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്ത് ന അനുതിഷ്ഠന്തി, അതൊന്നും ചെയ്യാതെ, അതായത് കർമ്മം ഫലയിച്ച കൂടാതെ ചെയ്യാതെ, കർമ്മം യജ്ഞഭാവത്തിൽ ചെയ്യാതെ, കർമ്മം കർമ്മത്തിന്റെ ലക്ഷ്യത്തിലെത്തും, കർമ്മം ഗുണങ്ങൾ കൊണ്ടാണെന്ന് അറിയാതെ വീണ്ടും വീണ്ടും ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതോടെ അങ്ങനെയുള്ള ആള് സർവജ്ഞാന വിമൂഢാംസ്ഥാൻ, സർവജ്ഞാന എല്ലാ ജ്ഞാനവും ഇല്ലാത്ത വിമൂഢാസ്ഥാൻ, വിമൂഢനായിട്ട് ബുദ്ധിയില്ലാത്തവനായിട്ട്, വിദ്യം നഷ്ടാന ചേതസ, നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകുന്ന ചേതസ്സുകളായിട്ട് വന്നു പോകും. അതായത് യു വിൽ ലീവ് എ paltry life, you will lead a reasonless life, you will lead a totally disappointed life. കാരണം എന്നും ഫലങ്ങൾ ആഗ്രഹിച്ച് അതിൽ പെട്ട് വീണ്ടും അതിൻ്റെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങി ഒരു ചെറിയ ഫ്ലിക്കർ ഓഫ് സന്തോഷം കിട്ടുമ്പം ആ സന്തോഷത്തിനെ ചേസ് ചെയ്ത് കൂടുതൽ സമയം അസന്തുഷ്ടനായി ഇരുന്ന് ആ ഒരു സൈക്കിളിൽ പെട്ടുപോകും എന്നർത്ഥം. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യാത്തവര് എന്താവും എന്നുള്ളതാണ്. അപ്പം കർമ്മയോഗം is a way to be happy, and the way to be happy is to follow എന്താണ് ഇതുവരെ ഞാൻ പറഞ്ഞത്, എൻ്റെ മതം, എൻ്റെ അഭിപ്രായം അനുഷ്ഠിച്ചില്ലെങ്കിൽ ഇതാണ് ആവുക. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഡിസയേഴ്സ്, ആഗ്രഹങ്ങളുടെ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ഡിസയേഴ്സ് തന്നെയാണ് കർമ്മയോഗം. കർമ്മയോഗം പുറമേ നിന്ന് കാണുമ്പം യു സീ സംബഡി വിഗറസ്ലി ആക്ടിങ് വിത്തൗട്ട് എനി ഡിസയർ ഫോർ ഫ്രൂട്ട് ഓഫ് ആക്ഷൻ. പക്ഷെ ആ ഡിസയർലെസ്നെസ് ഫോർ ദ ഫ്രൂട്ട് ഓഫ് ആക്ഷൻ കംസ് ഫ്രം എലിമിനേഷൻ ഓഫ് ഓൾ ദ ഡിസയേഴ്സ് വിത്തിൻ ആൻഡ് ഡൂയിങ് വാട്ട് എവർ യു ഡു വിത്ത് എ ഹയർ ഒബ്ജക്റ്റീവ്. ഒരു യജ്ഞഭാവത്തിൽ എന്നെക്കാളും വലിയ, എൻ്റെ ഈഗോനേക്കാളും വലിയ ഒരു ഐഡിയലിന് സമർപ്പണമായിട്ട് ചെയ്യുന്നതാണ് കർമ്മയോഗം. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേർജ്ഞാനവാനപി, ജ്ഞാനവാൻ വൈസ് മാൻ സദൃശം ചേഷ്ടതേ സ്വസ്യ, അക്കോർഡിംഗ് ടു ഹിസ് നേച്ചർ, സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുക. ജ്ഞാനമുള്ള ആളും കൂടെ സ്വന്തം സ്വഭാവം അനുസരിച്ച് അവനവന്റെ നേച്ചറിനനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുക. അപ്പോ പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹിം കിം കരിഷ്യതി. പ്രകൃതിം യാന്തി ഭൂതാനി, പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ഇങ്ങനത്തെ സ്വഭാവത്തെ തന്നെയാണ്, അവരുടെ സ്വഭാവം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിഗ്രഹ കിം കരിഷ്യതി, വാട്ട് ക്യാൻ റിസ്ട്രെയിൻ ഡു, ഇതിനെ റിസ്ട്രെയിൻ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്. അപ്പൊ ഇതൊരു ഡിഫീറ്റിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ വാസന അനുസരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ നമ്മൾ പ്രവൃത്തികൾ ചെയ്ത് വാസനയുടെ ഒരു ചാല് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈസ് മാൻ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരാളാണെങ്കിലും അയാൾക്ക് അയാളുടെ കർമ്മങ്ങൾ അയാളുടെ വാസന അനുസരിച്ചേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ ആലോചിച്ച് മിക്കവാറും നമുക്കൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, ഞാൻ ഇതിനെന്താണ് ഒരു എക്സാമ്പിൾ എന്ന് കുറച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ നമ്മുടെ വാസന അനുസരിച്ച് ഈവൻ വൈസ് മാൻ അറിഞ്ഞാൽ കൂടെ നമ്മുടെ വാസന അനുസരിച്ചേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ജനറലി, റൈറ്റ്? ഇപ്പൊ നമ്മൾ ക്രിക്കറ്റില് ഈസി ടു റിലേറ്റ്, റൈറ്റ്? ഇപ്പം അമ്പയർ ഉണ്ട്, നമ്മൾ കളിക്കുന്നുണ്ട്, ഒരു ഇപ്പൊ DRS ഒന്നും ഇല്ലാത്ത കാലം എന്ന് വിചാരിക്കുക. അപ്പം കോട്ട് ബിഹൈൻഡ് ആയി തിൻ എഡ്ജ് ആയിരുന്നു. ഒരു ചെറിയ പോയിന്റ് ഓഫ് ടൈമിൽ ഈ വാക്കിംഗ് ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഗിൽക്രിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവര് സ്വയം ദേ വിൽ വാക്ക് ഇഫ് ദേ ഫൈൻഡ് ദാറ്റ് ദേ ഹാവ് എഡ്ജ്ഡ്. പക്ഷേ ഈവൻ ഓസ്ട്രേലിയൻസിൽ തന്നെ 1-2 പേര് ഇങ്ങനെ ചെയ്തു. പക്ഷെ മെജോറിറ്റി അഭിപ്രായം എന്തായിരുന്നു? അത് അമ്പയറുടെ ജോലിയല്ലേ, ഹി ഷുഡ് ഗിവ് ഔട്ട്, ഐ വിൽ വാക്ക് ഓൺലി ഇഫ് ഹി ഗിവ്സ് ഔട്ട്. പക്ഷെ എനിക്ക് ഔട്ടാണെന്ന് അറിഞ്ഞിട്ട് കൂടെ
ദിസ് ഇസ് നോട്ട് ബിക്കോസ് ദേ ആർ മോശം പീപ്പിൾ, അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. പക്ഷേ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവര് രൂപപ്പെടുത്തിയെടുത്ത സംസ്കാരം കളിച്ചുകൊണ്ട് വരുമ്പോൾ, അവര് അണ്ടർ 8 അണ്ടർ 10 മുതൽ കളിച്ചുകൊണ്ട് വരുമ്പോൾ അമ്പയർ ആണ് ഔട്ട് കൊടുക്കേണ്ടത്, അമ്പയർ ഔട്ട് കൊടുത്താലേ നീ പോകേണ്ടതുള്ളൂ എന്നൊരു രൂഢമൂലമായ ധാരണ ഉറച്ചത് കാരണം അത് ഇത്രയും കാലം വന്ന് ഇപ്പം 25-30 വയസ്സായി എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടും 8ാമത്തെ വയസ്സിൽ മനസ്സിൽ ഉറച്ച കാര്യമാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാഞ്ഞിട്ടല്ല, അവർക്കറിയാം, പക്ഷേ ആ ഉറച്ച സംസ്കാരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്, ഈവൻ വൈസ് മാൻ വാട്ട് ക്യാൻ റിസ്ട്രെയിൻ ഡു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഇന്ദ്രിയ നിഗ്രഹങ്ങളെ ഒക്കെ ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല. ദേ വിൽ സ്റ്റിൽ ഡു വാട്ട് ദേ ഹാവ് ബീൻ യൂസ്ഡ്. അപ്പൊ പ്രകൃതിയാണ് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് എന്നുള്ളതിന് ഒരു കുറച്ചുകൂടെ ഇൻ ഡെപ്ത് പറയണം. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു പരിധിവരെ മോചനം കിട്ടും. പക്ഷെ ഇവിടെ ഈ വഴിയിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. റിസ്ട്രെയിൻഡ് കൊണ്ടും നേടാൻ പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വഴിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ അവരുടെ കർമ്മം അങ്ങനെ തന്നെ ചെയ്തു പോകുന്നത്. ഇനി എല്ലാവരും ഇങ്ങനെ കർമ്മങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ഫണ്ടമെന്റലി നമ്മുടെ ആഗ്രഹങ്ങളുടെ ലെവലിൽ നിന്ന് അതിനെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിബന്ധിനൗ. ഇന്ദ്രിയസ്യ ഇന്ദ്രിയാർത്ഥ, നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ഇന്ദ്രിയത്തിനും അതിന്റെ വിഷയമായ വസ്തുവിൽ ഇഷ്ടവും വെറുപ്പും ഉണ്ടാകുന്നു. ഇന്ദ്രിയാസ്തേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഇവിടെയാണ് എല്ലാം നൗ എവറിത്തിങ് ഈസ് ഡിസ്റ്റൽഡ് ഇൻ ടു അവർ മൈൻഡ്. സഡൻലി ഈ വർക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനെ മുഴുവൻ മാനസിക ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു, വാചിക കർമ്മമായാലും മാനസിക കർമ്മമായാലും കായിക കർമ്മമായാലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എക്യുപ്മെന്റ്സിനെ കൊണ്ടാണ്. വാചിക കർമ്മം നാവ് കൊണ്ട് ചെയ്യുന്നു, മാനസിക കർമ്മം നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് മനസ്സ്. അപ്പൊ അതും ഇന്ദ്രിയം. അല്ലെങ്കിൽ ആക്ഷൻസ്, പുറമേയുള്ള കർമ്മങ്ങൾ ഓർഗൻസ് ഓഫ് ആക്ഷൻ കൊണ്ട് ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ ഒക്കെ സ്ഥാനം മനസ്സാണ്. കാരണം മനസ്സ് പ്രൊപ്പൽ ചെയ്തിട്ടാണ് നമ്മൾ ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മനസ്സ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? 2 കാര്യം പറയുന്നു. ഓരോ ഇന്ദ്രിയത്തിനും അതിന്റെ വിഷയത്തിന്റെ അതായത് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വസ്തുവില് ഇഷ്ടവും വെറുപ്പും ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ അറ്റാച്ച്മെന്റ്, അവേർഷൻ, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ നമുക്കൊരു ചിന്ത ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സുകൊണ്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലത് ഇഷ്ടപ്പെടുന്നു, ചിലത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഈ ഗുഡ് എന്നുള്ളത്, ഇഷ്ടപ്പെടുന്നത്, നമുക്ക് രാഗം വരുന്നതിനോട് നമുക്ക് അറ്റാച്ച്മെന്റും, നമുക്ക് ദ്വേഷം വരുന്നതിനോട് നമുക്ക് അവേർഷനും ഉണ്ടാവും. അപ്പൊ എന്നും രാഗമുള്ളതിനെ, അറ്റാച്ച്മെന്റ് ഉള്ളതിനെ മനസ്സ് തേടിക്കൊണ്ടിരിക്കും. അങ്ങനെ അറ്റാച്ച്മെന്റും അവേർഷനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2ാം അധ്യായത്തിലൊക്കെ പറഞ്ഞ നിർദ്വന്ദ്വോ, ഡുവാലിറ്റി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ പോയി. നിങ്ങൾക്ക് ദ്വന്ദ്ങ്ങൾ വന്നു. യു ഓൾവേസ് ആർ നൗ തിങ്കിങ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗുഡ് ആൻഡ് ബാഡ്, ഫെയർ ആൻഡ് അൺഫെയർ. അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വന്നു. അങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാതെ നിങ്ങളുടെ മനസ്സ് എന്തിനെ നല്ലത് എന്ന് ചിത്രീകരിച്ച് വെച്ചുവോ അതിലേക്ക് മാത്രം പോവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനോടുള്ള അറ്റാച്ച്മെന്റ്, അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും, അത് കിട്ടാതിരുന്നാൽ നിങ്ങൾക്ക് ക്രോധവും വരുത്തും. നേരത്തെ പറഞ്ഞ മാതിരി ഈ ഡിസയറും അറ്റാച്ച്മെന്റുകളും, കാമം, അറ്റാച്ച്മെന്റ്, ക്രോധം, ദ്വേഷം, ആങ്കർ, കാമക്രോധം, ഇനിയും വരുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ കാമവും ക്രോധവും വരും. അപ്പോ ദി ഐഡിയ ഈസ് ഓരോ വിഷയത്തിനും, ഓരോ ഇന്ദ്രിയത്തിനും അതിന്റെ വിഷയത്തിന് അറ്റാച്ച്മെന്റ് ഉണ്ട്. അവിടെ നിങ്ങൾ തന്നെ ഗുഡും ബാഡും മനസ്സ് പറയുന്നു. അങ്ങനെ ഇത് രണ്ടും രാഗദ്വേഷോ വ്യവസ്ഥിതോ
തയോർന വശമാകച്ചേ, ഇതിന് വശംവദനാകുന്ന മനസ്സ് തൗഹസ്യ പരിബന്ധിനൗ, അങ്ങനത്തെ മനസ്സ് ഈസ് യുവർ എനിമി ടുവേർഡ്സ് ദ ഗോൾ ഓഫ് റിയലൈസേഷൻ. അങ്ങനെ ഡുവാലിറ്റിയിൽ രമിക്കുന്ന മനസ്സ്, ഗുഡും ബാഡിനെയും വേർതിരിച്ച് കാണിച്ചു വെക്കുന്ന മനസ്സ് കർമ്മത്തിനും പ്രതിബന്ധമാണ്, അത് നിങ്ങളുടെ അൾട്ടിമേറ്റ് യാത്രയ്ക്കും പ്രതിബന്ധമാണ്. അപ്പോൾ സുഖദുഃഖങ്ങളിൽ അലിഞ്ഞിരിക്കുക, എപ്പോഴും സുഖം പുറമെ ഇന്ദ്രിയങ്ങളിൽ നിന്ന്, അത് പ്രത്യേകിച്ച് പറയുന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിന്നും കിട്ടുന്ന സുഖത്തിന് വേണ്ടി കോൺസ്റ്റന്റ് ആയിട്ട് സെർച്ച് ചെയ്യുകയും അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള മനസ്സ് ഈസ് അഗൻസ്റ്റ് ഓർ ഈസ് എൻ എനിമി ഓഫ് റിയലൈസേഷൻ. മനസ്സ് ഈ യാത്രയിൽ ആ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. 2 ശ്ലോകങ്ങളും കൂടെ നമുക്ക് ചെയ്യാം, ഒരു പോയിന്റിൽ എത്തി നിർത്താം നമുക്ക്. ഇതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് എങ്ങനെയാണ് അതില്ലാതിരിക്കുക. അപ്പൊ അതിന് വാസനകൾ ഇല്ലാതാവണം, വാസനകളെ സപ്രസ് ചെയ്യണം. വാസന മനസ്സിന്റെ സംസ്കാരത്തിൽ നിന്നൂടെ എടുക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്ത് വാസനയാവാണ്. അപ്പൊ അതിനെ എങ്ങനെ കുറയ്ക്കാമെന്ന്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹാത്. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വേണം, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇതിനെ മുഴുവൻ അങ്ങോട്ട് മാറ്റാം എന്ന്. പക്ഷെ അതും നിങ്ങളുടേതല്ലാത്തൊരു കാര്യം, നിങ്ങളുടെ ഗുണത്തിലോ നിങ്ങളുടെ നേച്ചറിലോ ഇല്ലാത്തൊരു കാര്യം ചാടിപ്പിടിച്ച് ചെയ്യരുത്. സ്വധർമ്മം ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് ശ്രേയാത് സ്വധർമ്മം സ്വധർമ്മേ നിധനം ശ്രേയ. സ്വധർമ്മത്തില് അവനവന്റെ ധർമ്മം, ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, വാട്ട് എവർ ഈസ് the nature of something or without which something ceases to have its individuality or identity, അതാണ് അതിന്റെ ധർമ്മം. അപ്പോ പഞ്ചസാരയ്ക്ക് മധുരമാണ് ധർമ്മം എന്ന് നമ്മൾ പറഞ്ഞ പോലെ, തീയിന് ചൂടാണ് ധർമ്മം എന്ന് പറഞ്ഞ പോലെ, ഏതാണോ ഇല്ലാത്തത്, ഏതില്ലെങ്കിലാണോ ഒരു സാധനം അതല്ലാതാവുന്നത്, അതാണ് അതിന്റെ ധർമ്മം. അപ്പൊ ഇവിടെ നമ്മുടെ ധർമ്മം എന്ന് പറയുന്ന ഈ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ വാസനകളായിട്ട് എടുക്കാം. എന്താണോ നമ്മുടെ ഉള്ളില് കാലാകാലങ്ങളായിട്ടും ജന്മങ്ങളായിട്ടും പ്രതിഷ്ഠിതമായിട്ടുള്ളത്, എന്താണോ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് നേച്ചർ, അതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മം നല്ലോണം ചെയ്യുക. അത് എന്താണോ നിങ്ങളുടെ ധർമ്മം, എന്താണോ നിങ്ങളുടെ സ്വധർമ്മം, അത് നന്നായി ചെയ്യുന്നത് നാശം വരുത്തിയാൽ പോലും ശ്രേയസ്കരമാവുന്നു. ഇപ്പൊ ഇവിടെ അർജുനനോട് പ്രത്യേകിച്ച് പറയാണ്, ക്ഷത്രിയനായി ജനിച്ച നിന്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യാണ്. ആ യുദ്ധത്തിൽ നാശം വന്നാൽ പോലും അതാണ് ശ്രേയസ്കരം. സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. പരധർമ്മം, നിന്റേതല്ലാത്തൊരു കാര്യം ചെയ്യുന്നത് ഇസ് ഫിയർഫുൾ, ഇറ്റ്സ് ടെറിബിൾ. പരധർമ്മം, നിന്റെ ധർമ്മം, ക്ഷത്രിയനായിട്ട് ജനിച്ചത് കാരണം നിന്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ്, സന്യസിക്കലല്ല. ഈ സമയത്ത് സന്യസിക്കലല്ല, കാരണം നീ അതിനുള്ള ജ്ഞാനപ്രാപ്തി, ആ വഴിയിലുള്ള പ്രാപ്തി നേടാത്തത് കാരണം നിനക്ക് നിന്റെ ജോലി ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഈ പരധർമ്മം ഭയാവഹം, പരധർമ്മം അല്ല നീ ഇപ്പൊ ചെയ്യേണ്ടത്. നിനക്ക് നിന്റേതായ കർമ്മം ചെയ്യണം. സ്വധർമ്മം അല്ലെങ്കിൽ നിനക്ക് വിഹിതമായിട്ടുള്ള കർമ്മം, നിന്റെ വാസനകൾ, അതായത് നീ ട്രെയിൻ ചെയ്ത്, നീ ഇത്രയും കാലം, വാസന വെച്ചാൽ മനസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിൽ ട്രെയിൻ ചെയ്ത് പല കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത വാസന. ഇപ്പൊ നന്നായിട്ട് പാടുന്ന ഒരാള് എത്രയോ കൊല്ലം പാട്ട് പഠിച്ച് വെരി ഗുഡ് സിംഗർ, പെട്ടെന്ന് അയാളോട് നിങ്ങൾ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഡാൻസ് ചെയ്യണമെന്ന് അയാൾക്ക് തോന്നിയാൽ തന്നെ അയാൾ ഡാൻസ് ചെയ്യുന്നത് വളരെ അപകടമാണെന്ന് കാണുന്നവർക്കും അയാൾക്കും ഒക്കെ അപകടമാണ്. അപ്പൊ നിങ്ങൾ സ്വന്തം ധർമ്മം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ ചെയ്യുക. പരധർമ്മം ഓൾവേസ് ഇസ് ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ. അപ്പോ ഈ 35 ശ്ലോകത്തോട് 35 ശ്ലോകങ്ങളിൽ കൂടെ ആദ്യത്തെ 2 ശ്ലോകം
ആദ്യത്തെ ഒരു 2 ശ്ലോകം അർജുനൻ ചോദിച്ചാണ്. ബാക്കി 33 ശ്ലോകങ്ങളിലൂടെ മിക്കവാറും നേച്ചർ ഓഫ് വർക്ക്, കർമ്മത്തിന്റെ ചക്രം, കർമ്മത്തിന്റെ വ്യവസ്ഥ, കർമ്മത്തിന്റെ ഭാവന, എങ്ങനെ കർമ്മം ചെയ്യണം, കർമ്മത്തിന്റെ ഫലം, എന്ത് ചെയ്താൽ കർമ്മഫലം കിട്ടും, എങ്ങനെയാണ് കർമ്മത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിമ്പിൾ ഐഡിയാസ്, യജ്ഞഭാവത്തിൽ ചെയ്യണം, റിനൗൺസ് ചെയ്യണം, ഫലങ്ങളെയൊക്കെ റിനൗൺസ് ചെയ്യണം, ഇന്ദ്രിയങ്ങൾ അർത്ഥിക്കുന്നതിന്റെ പുറകെ പോകരുത്, നിങ്ങളുടെ പ്രകൃതിക്കനുസരിച്ച്, നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ കർമ്മം ചെയ്യും, ആ കർമ്മം നിങ്ങൾ നന്നായിട്ട് ചെയ്യണം, അതിന്റെ ഫലങ്ങളും കർമ്മങ്ങളെല്ലാം എന്നിലേക്ക് സമർപ്പിക്കണം, നിരാശയും നിർമ്മമമായിട്ട് ചെയ്യണം, ആങ്ഷ്യസ് അല്ലാതെ ചെയ്യണം. ഇതൊക്കെയാണ് ബേസിക് ഫണ്ടമെന്റൽ ഐഡിയാസ്. ഇതിന്റെയൊക്കെ തിയറിറ്റിക്കൽ ഫൗണ്ടേഷനും എക്സ്പ്ലനേഷനും ഒന്നും. അപ്പൊ അർജുനന് ഇത്രയും കേട്ടപ്പോ എന്തിലാണ് തുടങ്ങിയത്? കിം കർമ്മണി ഘോരേമാം, കർമ്മവും കർമ്മത്തെക്കാൾ ജ്ഞാനമാണ് വലുതെങ്കിൽ ഒരു പ്രിസംഷൻ അവിടെ വെച്ചിട്ട് കിം ഘോരേ കർമ്മണിമാം, എന്തിനാണ് എന്നെ കൊണ്ട് ഈ ഘോര കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ കർമ്മങ്ങൾ ഘോരമല്ല, നീ ചെയ്യേണ്ട കർമ്മങ്ങൾ ഘോരമാണെന്ന് തോന്നുകയാണെങ്കിലും നിന്റെ കർമ്മമായതുകൊണ്ട് അത് ഘോരമല്ല. എന്തുകൊണ്ടാണ് നിന്റെ കർമ്മങ്ങൾ നീ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിനക്ക് നിന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള വഴി മുഴുവൻ പറഞ്ഞു. ഇപ്പൊ അർജുനന്റെ ക്വസ്റ്റനെ മാറാൻ പോവാണ്. എന്തിനാണ് അങ്ങനെ ഘോരകർമ്മം ചെയ്തെന്ന് ചോദിച്ച ആള് ഇന്റലക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ആദ്യത്തെ ലക്ഷണമാണ് അടുത്ത ശ്ലോകം. നമുക്ക് അതുകൂടെ ചെയ്തിട്ട് നിർത്താം. അർജുന ഉവാച അഥക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷാഃ അനിച്ഛന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിതാഃ. ഇവിടെയുള്ള ചോദ്യം, അപ്പൊ ഇത്രയും മനസ്സിലായി, പറഞ്ഞത് മുഴുവൻ മനസ്സിലായി, സ്വധർമ്മം പരധർമ്മം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും മനസ്സിലായി, പ്രകൃതി ആണ്, ഭാവനകളെ കുറിച്ച് മനസ്സിലായി. ഇതൊക്കെ കഴിഞ്ഞപ്പോ അർജുനൻ ചോദിക്കുകയാണ്, അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ, എന്നാൽ അധം എന്തിൽ പ്രേരിതനായിട്ട്, അധകേന പ്രയുക്തോയം എന്തിൽ പ്രേരിതനായിട്ടാണ് പാപം ചരതി പുരുഷ, ആൾക്കാർ പാപം ചെയ്യുന്നത്, സിൻ ചെയ്യുന്നത്. അപ്പൊ നിന്റെ സ്വധർമ്മമാണ് ചെയ്യുന്നതെങ്കിലും, കർമ്മം അനുഷ്ഠിക്കേണ്ട കർമ്മം തന്നെയാണ് ചെയ്യുന്നതെങ്കിലും, കർമ്മം യജ്ഞഭാവനയിലാണ് ചെയ്യുന്നതെങ്കിലും എങ്ങനെയാണ് ഒരു കർമ്മം പാപമാവുന്നത്? നമുക്ക് വളരെ പ്രധാനമാണിത്. ഇതൊന്നും എക്സ്റ്റേണൽ അല്ല. ദി ഐഡിയ ഈസ്, എങ്ങനെയാണ് കർമ്മം പാപമാവുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇത് എക്സ്റ്റേണൽ, ഈ കമ്മിങ് ബാക്ക് ടു ദ മൈൻഡ്, ഇതിനെ തിരിച്ച് മനസ്സിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ഇതിന്റെ ഉത്തരങ്ങളിലൂടെ. പാപം ചരിതി പുരുഷ അനിച്ഛന്നഭിവാഷ്ണേയ ബലാദിവ നിയോജയ. നമ്മളൊക്കെ എപ്പോഴും ആസ് ഇഫ് ബൈ ഫോഴ്സ്, ബലാത്കാരമായിട്ട്, നമുക്ക് അറിഞ്ഞിട്ടും പിടിച്ചു നിർത്താൻ പറ്റാതെ, വൈ ആർ വി ഡൂയിങ് സിൻ, പാപം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പാപമല്ല എങ്കിലും അതും ആ എക്സാമ്പിൾ ഇവിടെ ഉപയോഗിക്കാം. എനിക്ക് നന്നായിട്ട് എൻ്റെ ബാറ്റിൽ തട്ടിയിട്ടുണ്ട് ബോള് എന്ന് എനിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുക. ചുറ്റും നിൽക്കുന്ന ഫീൽഡേഴ്സിനേക്കാളും അമ്പയറേക്കാളും എനിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുക ഞാൻ എൻ്റെ ബാറ്റിൽ തട്ടിയിട്ടുണ്ട് എന്ന്. എനിക്ക് അറിയുകയും ചെയ്യാം, ഐ ഹാവ് പെർഫെക്റ്റ് നോളജ്, ഇതാണ് ബാറ്റിൽ തട്ടിയ ഔട്ടാണ്, ഞാൻ പോണം എന്ന് എനിക്കറിയാം. മറ്റൊരാൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ അയാളെ ഔട്ടാക്കാൻ വേണ്ടി ഞാൻ പരമാവധി പ്രയത്നിച്ചേനെ. കാരണം ഞാൻ പരമാവധി ആർക്കും നിനക്ക് അറിയില്ലേ, ബാറ്റിൽ തട്ടിയില്ലേ, പോണ്ടേന്ന് ഞാൻ പരമാവധി ചോദിച്ചേനെ. പക്ഷെ എന്റെ കാര്യം വരുമ്പോ എന്തുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്തത്? വാട്ട് മേക്സ് മീ നോട്ട് ഡു ദിസ്? ഇപ്പൊ പാപം എന്ന് പറയുന്നത്, സിൻ എന്ന് പറയുകയാണെങ്കിലും നമുക്ക് ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ തെറ്റാണെന്ന് നമുക്ക് ഇന്റലക്ച്വലി കൺവിൻസ്ഡ് ആയിട്ട് കൂടെ എന്തിന്റെ ഫോഴ്സിലാണ്, എന്തുകൊണ്ടാണ് ബലാത്കാരമായിട്ട് നമുക്ക് ഇത് തന്നെ ചെയ്യേണ്ടി വരുന്നത്? പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ബലാത്കാരമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആലോചിച്ചാൽ അറിയാം. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയം എടുത്താൽ തന്നെ അറിയാം നമ്മൾ എത്ര കെയർഫുള്ളായി, നമുക്ക് പരമാവധി ശ്രമിക്കാം, പക്ഷെ എത്ര കെയർഫുള്ളായി ഇരുന്നാലും ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകും. ബൈ നേച്ചർ, ബൈ ഹാബിറ്റ് നമ്മൾ ചെയ്തു പോകും. എന്നിട്ടാണ് നമ്മൾ ആലോചിക്കുക, അയ്യോ ഇത് ശരിയായില്ലല്ലോ എന്ന്. ഒരാളോട് ദേഷ്യപ്പെടുന്ന ഒരു കാര്യം കൂടി ആയാൽ കൂടെ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുക, അപ്പൊ എന്തിനപ്പോ ദേഷ്യപ്പെട്ടത്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട്, ഈ സത്യവും ഒക്കെ അറിയാം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നിട്ടും വൈ ആം ഐ മിസ്സിങ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? വാട്ട് മേക്സ് ഇറ്റ് ഡു അഗൈൻസ്റ്റ് മൈ ഓൺ വിഷസ്? ഡീപ്പ് ഇൻസൈഡ് എനിക്ക് അറിയാം ഇത് തെറ്റാണെന്ന്.
ഡീപ്പ് ഇൻസൈഡ് എനിക്കറിയാം ബാറ്റിൽ കൊണ്ടാൽ ഞാൻ ഔട്ടാണ് പോണെന്ന്. പക്ഷെ വൈ ആം ഐ വെയിറ്റിംഗ് ഫോർ ദി അമ്പയർ ടു മേക്ക് എ മിസ്റ്റേക്ക്? എന്തുകൊണ്ടാണ് ഞാൻ ശരിയായ കാര്യം ചെയ്യാൻ എന്താണ് എൻ്റെ വഴിയിലുള്ള തടസ്സം? അപ്പോൾ അർജുനൻ ഹാസ് ബിക്കം മോർ ഇൻട്രോസ്പെക്റ്റീവ്. കൈൻഡ് ഓഫ് മനസ്സിലായി, യുദ്ധം ചെയ്യണം എന്ന് എനിക്കറിയാം, യുദ്ധമാണ് എൻ്റെ കർത്തവ്യം എന്നാണ് എന്നെ ഈ 60 വയസ്സ് വരെയും, 60 വയസ്സാണ് അർജുനന് മഹാഭാരത സമയത്ത് റഫ് നമ്പർ, അപ്പൊ ഈ 60 വയസ്സ് വരെയും ഞാൻ യുദ്ധം ചെയ്യണം എന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. യുദ്ധമാണ് എന്റെ കർത്തവ്യം എന്നെനിക്കറിയാം. എന്നിട്ട് by force, why am I not able to do it? What stops me from doing what I am supposed to do? ഇതിനുള്ള ഉത്തരവും വളരെ മനോഹരമായ ഇത് എന്താണ് വെയിലിംഗ് പവറിനെ കുറിച്ചുള്ള 2-3 ബ്യൂട്ടിഫുൾ എക്സാമ്പിൾസ്, 3 ഗുണങ്ങൾക്കും എക്സാക്ട് 3 എക്സാമ്പിൾസും കൂടിയാണ് ഭഗവാൻ പറഞ്ഞത്. സോ ഇനി ഇത് അർജുനന് തിയറി മുഴുവൻ പറഞ്ഞു കൊടുത്ത് ഇന്റലക്ച്വലി തിയറി മനസ്സിലായി എന്നാൽ ഞാൻ ലാബിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ബിക്കോസ് യു അണ്ടർസ്റ്റുഡ് ദ തിയറി, ലെറ്റ് മീ ഷോ യു ഹൗ ഇറ്റ് വർക്ക്സ്. എക്സാമ്പിൾ കാണിച്ചു തരാം എന്ന് പറയുന്നതാണ് അടുത്തത്. നമുക്ക് നാളെ ചെയ്യാം. നാളത്തോടെ നമുക്ക് ഞാനിപ്പോ ഈ സിലബസ് തീർക്കാൻ വേണ്ടി നാളത്തോടെ നമുക്ക് ഈ 3-ാമത്തെ അധ്യായം തീർക്കാം. I think we have spent enough time on this. ഇനി നമുക്ക് കുറച്ചുകൂടെ we'll think and talk about this a little bit more. നാളത്തോടെ നമുക്ക് ഒരു ചോദ്യം. ആ പരധർമ്മോ ഭയാവഹ എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശം? പരധർമ്മ ഭയാവഹ അതായത് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒരാളുടെ കർമ്മമല്ല. അതായത് നമുക്കിപ്പം എന്റെ കർമ്മം ഇറച്ചിവെട്ടാണെങ്കിൽ ഇനി ഇറച്ചിവെട്ട് മോശമാണെന്ന് പറഞ്ഞ് ഞാൻ പോയി സന്യസിക്കാൻ പോയിരിക്കുകയല്ല ചെയ്യേണ്ടതാണ്. ബിക്കോസ് നിന്റെ ജീവിതത്തിലെ മുന്നേറ്റത്തിന് ആവശ്യം ഇതാണെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. അതാണ് പരധർമ്മ ഭയാവഹ എന്ന് പറഞ്ഞ ഉദ്ദേശം. വിനീഷ് കേൾക്കുന്നില്ല, വിനീഷ് മ്യൂട്ടാണ്. വേറൊരു കാര്യം പറഞ്ഞത്, നമുക്കറിയുന്ന ജോലി മാത്രം നമ്മൾ ചെയ്യാം അല്ലേ, അറിയാത്ത ജോലി ചെയ്യരുത് അല്ലേ? അങ്ങനെയില്ല, അറിയുന്നത് എന്നല്ല. അപ്പൊ അറിയാത്തത് പിന്നെ എനിക്കത് പുതിയൊരു സാധനം പഠിച്ച് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. അങ്ങനെയല്ല പഠിച്ച് ചെയ്തുകൂടെ അങ്ങനെ ഇപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, പാടാൻ അറിയുന്നവൻ ഇപ്പൊ ഡാൻസ് അറിയില്ലെങ്കിൽ ഡാൻസ് അറിയാതെ ഡാൻസ് കളിച്ചു കഴിഞ്ഞാല് അപഹാസ്യനാവല്ലോ. പക്ഷെ ഡാൻസ് പഠിക്കണം എന്ന് വളരെ ഉത്കടമായ ഒരു ആഗ്രഹം വന്ന് ഡാൻസ് പഠിച്ചാൽ ഡാൻസ് ചെയ്തൂടെ? അപ്പം വേറൊരാളുടെ ധർമ്മമാണ് ഇത്, എനിക്ക് ചെയ്യാനുള്ളതല്ല. ഇതിപ്പോ അർജുനന്റെ കേസിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സന്യാസത്തിന്റെ ധർമ്മമല്ല, അത് കാരണം നീ സന്യാസം ചെയ്യാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞതാണ് ഇപ്പൊ. ഓക്കെ, അല്ല അതില് വേറൊരു ഇതിലിപ്പോ നമ്മൾ ആലോചിക്കുമ്പോ ഇപ്പൊ ഈ കർമ്മം ജ്ഞാനത്തോടു കൂടി യജ്ഞത്തോടു കൂടി ചെയ്യാന്ന് പറഞ്ഞു. യജ്ഞത്തോടു കൂടി ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത് ജ്ഞാനം നമുക്ക് ഏത് കർമ്മത്തിലാണോ ജ്ഞാനം ഉള്ളത് ആ കർമ്മം നമ്മൾ ചെയ്യാന്നുള്ള അർത്ഥം ഉണ്ടോ അതിന്? ഇല്ല. യജ്ഞഭാവന ഇപ്പൊ നമുക്കുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാസനകളിലൂടെ നമ്മളിലേക്ക് വന്നു ചേർന്ന കർമ്മങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അതെങ്ങനെയായാലും ഇതിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ കർമ്മങ്ങളായാലും, നിങ്ങളുടെ കുടുംബത്തിനോടും നിങ്ങളുടെ വീട്ടുകാരോടുമുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നൈമിത്തിക കർമ്മങ്ങളായാലും അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. പക്ഷെ മറ്റൊരാളുടെ കർമ്മം നിങ്ങൾ എടുത്ത് ചെയ്യുന്നത് ഭയാവഹം. ഇപ്പം ഒരു പൂജകളൊക്കെ ചെയ്യുന്ന ഒരാളാന്ന് വിചാരിച്ചോളൂ. നമുക്ക് പൂജയൊന്നും ചെയ്യാൻ അറിയില്ല, പക്ഷെ അയാൾ പൂജകളൊക്കെ ചെയ്യുന്ന ആളിന് അയാൾ പൂജ ചെയ്യുന്നത് കണ്ട് എനിക്കറിയാം എങ്ങനെയാണ് അയാൾ പൂജ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പൂജ ചെയ്ത ആ ഭാവന വരുമോ? ഇല്ലല്ലോ. കാരണം അതെന്റെ ധർമ്മമല്ല. ഇനി അതെന്റെ ധർമ്മം ആക്കണമെങ്കിൽ എനിക്ക് പറ്റും. അതിനുള്ള പരിശ്രമങ്ങളും അതിനുള്ള നിങ്ങളുടെ വാസനകൾ അതിനനുസരിച്ച് വന്ന് അതിനുള്ള ശ്രമങ്ങൾ വന്ന് നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അയാൾ ചെയ്യുന്നതിന്റെ ഭാവന നിങ്ങൾക്ക് അറിയൂ. അപ്പം ആ യജ്ഞഭാവം, എന്തുകൊണ്ടാണ് അയാൾ ഒരു കർമ്മം ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് അതിന് യജ്ഞഭാവം വരുന്നത് നിങ്ങൾക്ക് അറിയാത്ത കാരണം അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അറിഞ്ഞാൽ ചെയ്യാം. പക്ഷെ ഇപ്പൊ സ്വധർമ്മം, അവനവന്റെ ധർമ്മം വിട്ടിട്ട്, അവനവന്റെ ചെയ്യാനുള്ള കാര്യങ്ങൾ വിട്ടിട്ട്
ചെയ്യരുത്. ഇപ്പൊ ചെയ്യേണ്ടത് യുദ്ധമാണ്. ആ യുദ്ധത്തിന് പകരമായിട്ട് വേറൊരു, അത് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് എനിക്ക് വേറൊരു കർമ്മം ചെയ്യണം ഇസ് നോട്ട് കറക്റ്റ്. ക്വസ്റ്റ്യൻ പറയണ, സ്വധർമ്മം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ സ്വധർമ്മം എന്ന് പറയുന്നത് ആരാണ് നിശ്ചയിക്കണത്? സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വാസനകളെ കൊണ്ട്, നമ്മുടെ മനസ്സിൽ രൂപീകരിക്കപ്പെട്ട സംസ്കാരം കൊണ്ട് വിച്ച് ഡ്രൈവ്സ് അസ് ടു ഡു സംതിങ് ആണ്. അപ്പൊ കർമ്മങ്ങൾ നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കർമ്മങ്ങളൊക്കെ നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ്. ഇപ്പൊ നമ്മള് ദീസ് ആർ ഓൾ നമ്മുടെ വാസനകൾ അനുസരിച്ചും നമ്മൾ ചെയ്തതിനനുസരിച്ച് സംസ്കാരങ്ങൾ അനുസരിച്ചും നമ്മുടെ സഞ്ചിത കർമ്മമായാലും പ്രാരബ്ധ കർമ്മമായാലും നമ്മൾ ചെയ്തതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന, നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിക്ക് നമുക്ക് കിട്ടുന്ന സമ്മാനമാണ് അതിന്റെ ആ കർമ്മമോ അല്ലെങ്കിൽ മറ്റെന്തോ ചെയ്യാനുള്ള നമുക്കുള്ള ഇമ്പൾസ്, നമുക്കുള്ള ഇൻസെന്റീവ്. അപ്പൊ അത് തന്നെയാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദി ഐഡിയ ഇൻ ദിസ് ചാപ്റ്റർ ഈസ് ഈ കർമ്മ സൈക്കിളിൽ നിന്ന്, ഈ ആഗ്രഹങ്ങളിൽ നിന്ന് ഉദിച്ച് ആഗ്രഹങ്ങൾ ചിന്തകളായി, ചിന്തകൾ കർമ്മങ്ങളായി, ആ കർമ്മം ചെയ്ത് ആ കർമ്മം മനസ്സിലൊരു സംസ്കാരം രൂപീകരിച്ച് ആ സംസ്കാരം ഒരു വാസനയായി വളർന്ന് ആ വാസന വീണ്ടും നിങ്ങളെ ഒരു കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പം ആ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കർമ്മത്തിന്റെ അറ്റാച്ച്മെന്റിനെ എടുത്തു കളയാൻ പറയുന്നത്. അപ്പൊ ഈ സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും വാസനകൾ കൊണ്ട് ഈ ജന്മത്തിൽ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് കർമ്മമാണോ എന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, എൻ്റെ നിയതകർമ്മമായാലും എൻ്റെ നിശ്ചിത ഡ്യൂട്ടികളായാലും എന്താണോ എന്നെ ചെയ്യിപ്പിക്കുന്നത്, അത് തന്നെയാണ് സ്വധർമ്മം. പരധർമ്മോ ഭയാവഹ എന്ന് പറയുമ്പോൾ അതിന് ശ്രേയസ്കരമാവുന്നത് സ്വധർമ്മം, അല്ലെങ്കിൽ സ്വധർമ്മത്തിൽ തന്നെ നിൽക്കുന്നതാണ് ശ്രേയസ്കരം. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ ശ്രേയസ്കരം, അതിനെ വളരെ കംഫർട്ടബിൾ ആവുന്ന ഒന്ന്, നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ അതിനെ? നമ്മൾ കംഫർട്ടബിൾ ആവുന്ന, അപ്പോൾ അത് നമ്മുടെ സ്വധർമ്മവുമാണ്. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് നന്നായിട്ട് ചെയ്യാനും പറ്റുക. അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ സ്വധർമ്മമാണ് എന്നും, അതുപോലെ തന്നെ നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത, അല്ലെങ്കിൽ അപ്പൊ അത് പരധർമ്മമാണ്, അത് ഭയാവഹം, അത് ഭയം ജനിപ്പിക്കും എന്നും പറയാൻ പറ്റുമോ ആ ഒരർത്ഥത്തിൽ അതിനെ? അത് അങ്ങനെയും പറയാം. ഐ തിങ്ക് അങ്ങനെയും പറയാം. അപ്പൊ അതായത് നേരത്തെ പറഞ്ഞ മാതിരി അറിയാത്ത ഒരു ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും മറ്റുള്ളവർക്കും അത് ഭയാവഹമാണ്. അതെ, അതുപോലെ അതേ നിന്നുകൊണ്ട് തന്നെ അതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്താല്, നമ്മളിപ്പോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അക്കരപ്പച്ച തേടി പോകുന്നത് ഭയാവഹമാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് സ്വധർമ്മം എന്ന് മനസ്സിലാക്കി അത് കംഫർട്ട് കൊണ്ടുപോകുന്നത്. അതിന് പകരം ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് പരധർമ്മമാണ്. അപ്പൊ അതിനെ കുറിച്ച് പോകുന്നത് അത് ഭയാവഹം, അത് നമ്മളിൽ അത് ഭയം ജനിപ്പിക്കുന്നു പറയുമ്പോൾ അത് അപകടം ഉണ്ടാക്കുന്നു. നമുക്ക് ഇതും ചെയ്യാൻ പറ്റാതാവുന്നു, അതിലേക്ക് എത്താനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. അർജുനന് ഉണ്ടായത് അതന്നെയല്ലേ? ഈ ചെയ്യേണ്ട സമയത്ത് പെട്ടെന്ന് സന്യാസത്തിനെ കുറിച്ച് ആലോചിച്ച് ചെയ്യാൻ പറ്റാത്ത, അവനെ നിശ്ചയിക്കാത്തൊരു പ്രത്യേകിച്ച് അർജുനൻ സന്യാസത്തെ കുറിച്ച് ആലോചിക്കുന്നത് യുദ്ധമൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് വേറൊരു സമയത്തായിരുന്നെങ്കിൽ അതിന് അത്ര അപകടമില്ല. കർമ്മഭൂമിയില് ഭൂമിയിൽ നിന്നുകൊണ്ട്. അപ്പൊ അത് കേവലം സന്യാസത്തിനോടുള്ള അഭിവാഞ്ചയല്ല അവിടെ അത് പറയിപ്പിക്കുന്നത്. കർമ്മം ചെയ്യാതിരിക്കാനുള്ള ഒരു കർമ്മം ചെയ്യാതിരിക്കാനല്ല, കർമ്മം ചെയ്യുന്നതിന്റെ ഇടയില് ഈ ബന്ധങ്ങളൊക്കെ വന്ന് അതിനെ മനസ്സിനെ ക്ലൗഡഡ് ആക്കി ഡിസ്ക്രിമിനേഷൻ കപ്പാസിറ്റി നശിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള വൈരാഗ്യമാണെങ്കിൽ പിന്നെ യുദ്ധമൊന്നും വേണ്ട, ആവശ്യമില്ല. അപ്പൊ യഥാർത്ഥത്തിലുള്ള വൈരാഗ്യമാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് 5 ഗ്രാമവും വേണ്ട, ഞങ്ങൾ പോണു എന്ന് പറയാമായിരുന്നു. അതായിരുന്നു യഥാർത്ഥ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. നന്നായി അറിയുന്ന കാര്യം ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് കാര്യം തോന്നുന്നത് ഏറ്റവും കൂടുതൽ, അല്ലേ? നമുക്ക് നന്നായി അറിയുന്നത് മാത്രമല്ല, നമുക്ക് നന്നായി അറിയുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ചെയ്യാനുള്ളതുമായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ്. ഇത് ഞാൻ എന്റെ ജോബിന്റെ കോണ്ടെക്സ്റ്റിൽ ഞാനിത് നേരത്തെ ഈ ഒരു ലെക്ചർ ഇതിനെ പറ്റിയിട്ട് സ്വധർമ്മമാണോ തോന്നുന്നു, എനിക്ക് ശ്ലോകം കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഒരു 6-7 കൊല്ലം മുമ്പ് ഞാനത് ഏതോ ഒരു ലെക്ചറിൽ, ഒരു ഓഡിയോ ലെക്ചറിൽ കേട്ടതായിരുന്നു. കാരണം ആ സമയത്ത് ഭയങ്കര ഈ ജോബിന്റെ സ്ട്രെസ് കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ പലതവണ ആലോചിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ജോബില്. ലൈക്ക് അത് നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നത് കൊണ്ടാണോ, എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഒരു കേട്ടപ്പോ ഭഗവത്ഗീതയിൽ ഈ ശ്ലോകം പറഞ്ഞു,
if you are not fit to do the job, that is not your job. It is not Right? your job. അങ്ങനെ so you have to look for something which is your സ്വധർമ്മം. എന്താ അത് നാച്ചുറൽ ആയിട്ട് ഏത് ഫിറ്റ് ആവണം അവിടെ ഫിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾക്ക് ചേരാത്തൊരു ഇതില് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പെർമനന്റ് സോഴ്സ് ഓഫ് സ്ട്രെസ്. അത് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റില്, ജോബിന്റെ കോണ്ടെക്സ്റ്റില് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ ഇറ്റ്സ് ദ സെയിം തിങ്, റൈറ്റ്? അപ്പൊ പറയണത് പക്ഷെ there are other social pressures also, right? ഇപ്പൊ ഒരു ജോലി എനിക്ക് ഇതേ കിട്ടിയുള്ളൂ, എന്റെ കുടുംബ പരിപാലനത്തിനും എന്റെ സ്വന്തം പരിപാലനത്തിനും എനിക്കിത് ചെയ്തേ പറ്റൂ എങ്കിൽ നിങ്ങൾ അത് in the broader interest you might still do it. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവില്ല. You might still do it, കാരണം ഇത് എനിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ, എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ, എനിക്ക് കർത്തവ്യങ്ങളില്ലേ എന്ന് ആലോചിച്ച് നിങ്ങൾ ചെയ്യും. പക്ഷെ ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. അപ്പം സ്വധർമ്മ വാട്ട് എവർ ഇസ്, പക്ഷെ വേറൊരു ഇതിൽ പറഞ്ഞാല് വാട്ട് എവർ കംസ് ടു യു നാച്ചുറലി ഹാസ് ടു ബി യുവർ സ്വധർമ്മം ഓൾസോ, റൈറ്റ്? അപ്പം അവിടെ നമ്മുടെ ജോലി എന്നുള്ള കോണ്ടെക്സ്റ്റ് ഇസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു ഡൈസ്. കാരണം നമ്മൾ പലരും ജോലി ചെയ്യുന്നത് തന്നെ ഫോർ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് അല്ലേ. അപ്പം ഒരു ചെയ്യുന്ന ജോലി യജ്ഞഭാവനയിലാണ് മുഴുവൻ, ഇറ്റ്സ് ഫോർ ദ ഗ്രേറ്റർ കോമൺ ഗുഡ്. അങ്ങനെ ഒരു മനസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദ ജോബ് മാറ്റേഴ്സ്, റൈറ്റ്? അപ്പം ആ ഒരു ഹൈലി ഇവോൾവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ജോലി ഷുഡിൻ മാറ്റർ. ഇപ്പം ഒരു അങ്ങനെയുള്ളൊരു മഹാത്മാവിനോട് പോയിട്ട് ഡ്രെയിൻ ക്ലീൻ ചെയ്ത് പറയാൻ പറഞ്ഞാലും ഹി വിൽ ഡു ഇറ്റ് വിത്ത് ദ സെയിം ഡെഡിക്കേഷൻ. ആൾക്കാർക്ക് ഫുഡ് സെർവ് ചെയ്യാൻ പറഞ്ഞാലും ഹി വിൽ ഡു വിത്ത് ദ സെയിം ഡെഡിക്കേഷൻ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി പറഞ്ഞാലും ഹിൽ ഡു. അപ്പൊ ആ ഒരു ഇവോൾവ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് മാറ്റർ. പക്ഷെ നമ്മൾക്കൊക്കെ ആ ഒരു സ്റ്റേറ്റ്, കാരണം നമ്മുടെ ഇതെല്ലാം പ്രൊപ്പൽഡ് ബൈ ഡിസയേഴ്സ് അല്ലേ. നമ്മൾ വേണ്ട ഇതൊക്കെ അറിഞ്ഞാലും can you do a desireless action? See, that's where it becomes നമ്മുടെ ഇംബൈബ്ഡ് ആയില്ലെങ്കിൽ ഇത് അങ്ങനെ മനസ്സിലും നമ്മുടെ പ്രവൃത്തികളിൽ മുഴുവൻ if it doesn't mix and become a homogeneous part, it will always be difficult. കാരണം ഡിസയർ ഇല്ലാണ്ട് എങ്ങനെ ഒരു ആക്ഷൻ ചെയ്യും? അപ്പൊ അതിന് പറഞ്ഞു നല്ല ഡിസയർ ആക്കണം, ഒരു ഹയർ ഡിസയർ, യജ്ഞഭാവനം. So eventually it's all an evolutionary process. Om sarvesham swastir bhavatu, sarvesham shantir bhavatu, sarvesham purnam bhavatu, sarvesham mangalam bhavatu. Om sarve bhavantu sukhinah, sarve santu niramaya, sarve bhadrani pashyantu, ma kaschid dukkhamat bhavet. Asato ma sadgamaya, tamaso ma jyotirgamaya, mrityorma amritam gamaya. Om shanti shanti shanti. താങ്ക് യു. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. Okay. ബാക്കിയുള്ളവരൊക്കെ പോയി IPL കണ്ടോളൂ. ഓക്കെ, ശരി. നമുക്ക് ആ പരിപാടി ഇല്ല. ഓക്കെ, ശരി.